ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നോക്കുന്നത് ജുജുത്സു കൈസൻ കള്ളിംഗ് ഗെയിം ആർക്കിൻ്റെ അടുത്തൊരു എപ്പിസോഡായിട്ടാണ്. മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരിക. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നോയ സെനിൻ അവന്റെ ഡൊമൈൻ എക്സ്പെൻഷൻ ഓണാക്കുന്നതാണ് കാണിക്കുന്നത്. ഈ ഡൊമൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കേഴ്സ്ഡ് സ്പിരിറ്റിനെ പോലെ തന്നെയുള്ള ഒരു പാലസ് ആണ്. ഈ പാലസിൽ നമ്മുടെ രണ്ടുപേര്, അതായത് നമ്മുടെ സുമോ പ്ലെയറും കട്ടാന പ്ലെയറും ഇപ്പോൾ പെട്ടിരിക്കുന്നുണ്ട്. ഇവന്റെ ഈ പവർ എന്ന് പറയുന്നത്, ഈ ഡൊമൈൻ്റെ മെയിൻ പവർ എന്ന് പറയുന്നത്, ഇതിൽ കുറച്ച് നേരം ഒരു പ്ലെയർ കുറച്ച് നേരം ഫ്രീസായി പോയിരിക്കും. ഈ ഫ്രീസായ പ്ലെയർ ഏതെങ്കിലും കാരണവശാൽ അനങ്ങയെ നോയ സെനിനെ അറ്റാക്ക് ചെയ്യാനോ നോക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ ബോഡി സെൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയിട്ട് അവന്റെ ബോഡി പാർട്സ് തന്നെ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഈ ഡൊമൈൻ്റെ മെയിൻ പവർ എന്ന് പറയുന്നത്. സോ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ കട്ടാന പ്ലെയറും സുമോ പ്ലെയറും കൂടെ നോയ സെനിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ ഇവരുടെ ബോഡി അനങ്ങുന്നുണ്ടല്ലോ. ആ അനങ്ങുന്ന ടൈമിൽ തന്നെ ഇവരുടെ ബോഡി ഒന്നൊക്കെ ചേഞ്ച് ആയിട്ട് ഇവരുടെ ബോഡിയിൽ നിന്ന് ഓരോ ഭാഗത്തുനിന്ന് ബ്ലഡ് വരാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കട്ടാന മാനല്ലേ, കട്ടാന മാന ആ കട്ടാന പിടിച്ചിരിക്കുന്ന ആ കൈയില്ലേ, അതങ്ങ് മുറിഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ സുമോ പ്ലെയറും നല്ല രീതിയിൽ തന്നെ ഡാമേജ് പറ്റുന്നുണ്ട്. അങ്ങനെ വീണ്ടും നോയ സെനിനെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്നാണ് നമ്മുടെ നോയ സെനിന്റെ പുറകിലാര വന്ന് നിൽക്കുന്നത്, അവനെ പെട്ടെന്ന് കുത്തുന്നതും. അത് വേറെ ആയിരുന്നില്ല, നമ്മുടെ മാക്കിയായിരുന്നു. മാക്കി എങ്ങനെ ഡൊമൈനകത്ത് എൻ്റർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാക്കി എന്ന് പറയുന്നത് അവൾക്ക് സ്പിരിറ്റ് കേഴ്സ്ഡ് പവർ ഒന്നുമില്ല. പ്യുവർ ടോജി, അതാണ് അവളുടെ മെയിൻ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഡൊമൈനകത്ത് പ്രവേശിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കട്ടാന എന്ന് പറയുന്നത് മായ അവൾക്ക് കൊടുത്ത കട്ടാനായിരുന്നു. ആ കട്ടാന ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നോയനെ കുത്തിയത്. ഈ ഒരു സോഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടോജിൻ്റെ കയ്യിലുള്ള ആ സോഡ് പോലെ തന്നെയാണ്. ഈ സോഡ് ഉപയോഗിച്ച് എന്തിനെ വേണമെങ്കിലും ഇല്ലാതാക്കാൻ പറ്റും, എന്ത് പവർ വേണമെങ്കിലും ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും, ആരെ വേണമെങ്കിലും കൊല്ലാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. ഒരു സോളിനെ തന്നെ അബ്സോർബ് ചെയ്യാനുള്ള പവറുകളുണ്ട് ഈ സോഡിന് എന്ന് പറയുന്നത്. ആ സോഡ് ഉപയോഗിച്ചിട്ടാണ് മാക്കി ഇപ്പോൾ നമ്മുടെ നോയ സെനിനെ പുറകെ കൂടെ വന്ന് കുത്തിയിട്ടുള്ളത്. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു സോഡ് കൊണ്ട് കുത്തിയതുകൊണ്ട് തന്നെ നമ്മുടെ നോയ സെനിന് നല്ല രീതിയിൽ തന്നെ ഡാമേജ് പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ നോയ സെനി തിരിച്ചു വന്നിട്ട് ഇടി നിന്നെ ഞാൻ കൊല്ലും വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വിയേഡായ ലുക്കിലേക്ക് മാറുന്നുണ്ട്. ഈ ലുക്കിൽ വന്നിട്ട് നമ്മുടെ മാക്കിൻ്റെ മുന്നിലേക്ക് ചാടി വീഴുന്നുണ്ട് നോയ സെനി. അവൾ അപ്പം തന്നെ അവളുടെ സോഡ് ജസ്റ്റ് ഒന്ന് തൊടുന്നേ ഉള്ളൂ, അവൻ്റെ ഫേസ് രണ്ട് കഷ്ണമായിട്ട് മുറിഞ്ഞു പോകുന്നുണ്ട്. അത്രയ്ക്കും കിടിലനായിട്ടുള്ള ഒരു വെട്ടാണ് നമ്മുടെ മാക്കി കൊടുത്തത്. ഇതേ സമയം തന്നെ നമ്മുടെ കട്ടാന മാൻ്റെ സുമോ പ്ലെയർ ഡൊമൈനിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അവർക്ക് നല്ല രീതിയിൽ തന്നെ ഡാമേജ് പറ്റിയിട്ടുണ്ട്. കട്ടാന മാൻ്റെ ഒരു കൈ പോയിട്ടുണ്ട്. നമ്മുടെ സുമോ പ്ലെയറിന് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ അവർ ഹാപ്പിയാണ്. അപ്പോൾ തന്നെയാണ് മാക്കി നൊറുട്ടോഷി എന്ന് പറഞ്ഞിട്ടുള്ള ആ ചെറുക്കൻ്റെ അടുത്തേക്ക് പോകുന്നത്. ആ ചെറുക്കൻ പറയുന്നുണ്ട്, മാക്കി നീ ഒരുപാട് പവർഫുൾ ആയിട്ടുണ്ട്, നീ എന്നെക്കാട്ടും അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തു, നീ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മാക്കി പറയുന്നുണ്ട് ഏറെക്കുറെ. അപ്പോൾ തന്നെ നൊറുട്ടോഷിനോട് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓക്കെയാണ്, പക്ഷേ എൻ്റെ ഫാമിലി, ഞാൻ ശരിക്കുമുള്ള ഒരു ഫാമിലിയിലെ മെമ്പർ പോലും അല്ല, എനിക്ക് ആരും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളതെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ മാക്കി ഇവനെ ദുഃഖി പിടിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അതായത് ഇവന് തീരെ വയ്യ, അതുകൊണ്ട് തന്നെ ഇവനെ ദുഃഖി പിടിച്ച് പോകുന്നുണ്ട്. അടുത്ത സൈഡിൽ നമ്മുടെ ഏഞ്ചലിനെയാണ് കാണിക്കുന്നത്. ഏഞ്ചൽ ഇപ്പോൾ നിൽക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. നമ്മുടെ ഏഞ്ചൽ ഒരാളോട് സംസാരിക്കുന്നുണ്ട്. നീ എഴുന്നേറ്റോന്നാണ് അവൾ ആദ്യം തന്നെ ചോദിക്കുന്നത്. അത് വേറെ ആയിരുന്നില്ല, മിഗൂമിനോടായിരുന്നു. റെജി ആയിട്ടുള്ള ഫൈറ്റിന് ശേഷം മിഗൂമിക്ക് നല്ല രീതിയിൽ തന്നെ ഡാമേജ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ റെസ്റ്റിലായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ മിഗൂമി ചോദിക്കുന്നുണ്ട്, ഞാൻ എത്ര ദിവസമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴാണ് അവിടെ വേറൊരുത്തനെ കാണുന്നത്. അവനാണെങ്കിൽ ഒരു വൈറ്റ് കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അത് വേറെ ആയിരുന്നില്ല, നമ്മുടെ ഇറ്റഡോറി ആയിരുന്നു. യൂജി പറയുന്നുണ്ട്, എടാ ചെറുക്ക, നീ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് നമ്മുടെ കോപ്പറായി കാണിക്കുന്ന നമ്മുടെ കൊമേഡിയൻ അങ്ങോട്ട് വരുന്നത്. കൊമേഡിയൻ ഒരുപാട് ഐസ്ക്രീം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ പറയുന്നുണ്ട്, ഏയ് എല്ലാവർക്കും ഐസ്ക്രീം വേണോ, എൻ്റെ അടുത്ത് ഐസ്ക്രീം ഉണ്ടെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ എങ്ങനെയാണ് മിഗൂമിനെ കണ്ടുപിടിച്ചെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ കൊമേഡിയൻ്റെ ഫൈറ്റില്ലേ, കൊമേഡിയൻ്റെ ഫൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ യൂജി ഇവനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരിങ്ങനെ നടന്നു പോകുമ്പോണ്ടോ നമ്മുടെ മേലെ കൂടെ നോക്കുമ്പോണ്ടോ ഈ ഏഞ്ചൽ ഈ മിഗൂമിനെ നോക്കി പിടിച്ചു പോകുന്നത്. അപ്പോൾ തന്നെ കൊമേഡിയൻ പറയും, എടോ സാധനം ഇറക്കാണ്ട് ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൂടെ പോവുകയാണ്. അങ്ങനെയാണ് ഇവൻ്റെ ടീമിൽ എത്തുന്നത് തന്നെ. അപ്പോൾ തന്നെ യൂജി പറയുന്നുണ്ട്, മിഗൂമി നമുക്കുള്ള ആവശ്യത്തിനുള്ള പോയിന്റ് ഒക്കെ ആയിട്ടുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ഹക്കാരിക്ക് ഇപ്പോൾ 100 പോയിന്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്ട ഒക്കിഡ്സുവിന് 198 പോയിന്റ് ആയിട്ടുണ്ട്. പിന്നെ ഏഞ്ചലിൻ്റെ പോയിന്റ് കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പോയിന്റ് ആവുമെന്ന് യൂജി പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ മിഗൂമിക്ക് വലിയ കുലുക്കമില്ല. മിഗൂമിയോട് പറയുന്നുണ്ട്, നിന്റെ സിസ്റ്ററിനെ റിലീസ് ആക്കാൻ പറ്റുന്നൊക്കെ. പക്ഷേ മിഗൂമിക്ക് നല്ല കുലുക്കമില്ല. മിഗൂമിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ സിസ്റ്ററിനെ റിലീസ് ആക്കുന്നതിൽ ഉപരി അവൻ എങ്ങനെയെങ്കിലും ഗോജോനെ റിലീസ് ചെയ്യണം, ഗോജോ പുറത്ത് വരണം. ഗോജോ പുറത്ത് വന്നാൽ മാത്രമേ കള്ളിങ് ഗെയിം സ്റ്റോപ്പാക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ മിഗൂമിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവൻ നേരെ ഏഞ്ചലിനെതിരെ തിരിയുന്നുണ്ട്. ഞങ്ങളിവിടെ വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാനാണ്. എനിക്ക് നന്നായിട്ട് അറിയാം നീ തന്നെയാണ് ഏഞ്ചൽ. പക്ഷേ നിന്നോട് ഈ കാര്യം ചോദിക്കാനുണ്ട്. ഈ ഏഞ്ചൽ എന്ന് പറയുന്നത് ടോക്കിയോ കോളനി നമ്പർ 2 ഒരു പ്ലെയർ ആണ്. അങ്ങനെയെങ്കിൽ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ടോക്കിയോ നമ്പർ 2 കോളനിയിൽ നീ എന്താണ് ചെയ്യുന്നത്? ഇതും പറഞ്ഞാണ് ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ആകുന്നത്.